Yoga is a divine art. ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്യുന്ന ഒരാൾക്ക് യോഗ ചെയ്താൽ യോഗയുടെ എല്ലാ പ്രയോജനം കിട്ടണമെന്നില്ല. മൈൻഡിനെ ഏറ്റവും കൂടി പ്യൂർ ആക്കിയത് മൈൻഡ് ആൻഡ് ബോഡി ഇന്റർ റിലേറ്റഡ് ആണ്. യോഗ ചെയ്യുന്ന ഒരാൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. വെൽക്കം ബാക്ക്. ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ. യോഗ ഇന്ന് വളരെ വളരെ പ്രസിദ്ധമാണ്. യോഗ ഒരുപക്ഷെ ഈ ആധുനിക ലോകത്തിന്, ആധുനിക ഭാരതം നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കരുതപ്പെട്ട ഒന്നാണ് യോഗ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് യോഗയെക്കുറിച്ച് സംസാരിക്കാം. യോഗയെക്കുറിച്ച് ഒരു ഓർത്തോപീഡിക്സ് സർജനായി ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് യോഗ പഠിച്ച്, യോഗ പ്രാക്ടീസ് ചെയ്ത്, യോഗ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ട് നടക്കുന്ന, കഴിഞ്ഞ 50 വർഷമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഗിരിജ ടീച്ചർ എൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് ടീച്ചറിനോട് സംസാരിച്ച് യോഗയെ കുറിച്ച് നമുക്ക് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. യോഗ പഠിച്ചിട്ട് 50 വർഷം. 23 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് 39 വർഷം കഴിയാൻ. 33 വർഷമായിട്ട് യോഗ പഠിപ്പിക്കണം. ആദ്യം ഞാൻ കുറച്ച് നാള് 2 വർഷത്തിലുള്ള യോഗ ചന്ദ്രൻ മാഷിന്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ബോംബെയിലാണ്. 4 വർഷം 5 വർഷങ്ങൾ അവിടെയായിരുന്നു. 50 വർഷം മുമ്പ് നമ്മൾ ആ യോഗയെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. യോഗയെ കുറിച്ച് അറിഞ്ഞത് ആദ്യമായിട്ട് അതെനിക്ക് ബാക്ക് പെയിൻ, എനിക്ക് ആദ്യം ഒരു അബോർഷനായി. അതെനിക്ക് 22 വയസ്സ് കഴിച്ചു. അപ്പം ബാക്ക് പെയിൻ നന്നായിട്ട് തുടങ്ങി. എന്റെ ഡോക്ടർ ഓൾട്ടർനേറ്റ് ഡേയ്സ് ലൈറ്റ് അടിക്കുന്ന ട്രീറ്റ്മെന്റ് എന്റെ ഗൈനക്കോളജിസ്റ്റ് അവിടുത്തെ ഹോസ്പിറ്റൽ. പക്ഷെ എനിക്ക് കുറഞ്ഞില്ല. എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ആരെ പറഞ്ഞു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ 50 വർഷം മുമ്പ് അപ്പോൾ മുംബൈയിൽ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അന്ന് ഞാൻ പഠിച്ചത് പഠിപ്പിക്കാൻ എനിക്ക് ട്രീറ്റ്മെന്റ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോയത്. പഠിപ്പിക്കാനുള്ള ഞങ്ങളുടെ നാട്ടിലൊന്നും ഒരു മനുഷ്യർക്കും യോഗ എന്നുള്ള വാക്കിന് അർത്ഥം പോലും അറിയാത്ത അവസ്ഥ. എനിക്ക് വന്നില്ല. പെട്ടെന്ന് എനിക്ക് 2-3 മാസമായിട്ട് ഭയങ്കരമായിട്ട് പോയിരുന്നു. പിന്നെ ആ സമയത്ത് അതിന് ഞാൻ കേരളത്തിൽ പഠിക്കാൻ തുടങ്ങി. പൂക്കരി 2 ഓപ്പോസിറ്റ് സൈഡ്സ് അവിടെ. അപ്പൊ എനിക്ക് പഠിക്കാൻ രാവിലെ ഞാൻ യോഗ ക്ലാസ്സിൽ കയറി. അത് കഴിച്ച് കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ വർഷങ്ങൾ പഠിച്ചു. അതിനിടയ്ക്ക് ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ. എന്റെ ഹസ്ബൻഡ് ടാറ്റോയിൻസിന്റെ ഫിഷീസിന്റെ ഫാക്ടറിമാരാണ് കല്യാണം കഴിച്ചത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ടാറ്റോയിൻസ് ആയി മാറി. പിന്നെ അത് ഹിന്ദുസ്ഥാനി ഏറ്റെടുത്തു. കമ്പനിക്കകത്ത് തന്നെ ഈ ടീച്ചറെ പറഞ്ഞ് ക്ലാസ് അവിടെ ഈ എനിക്ക് കേരളീ പഠിപ്പിക്കാൻ ഇഷ്ടമായി. ഞാൻ പഠിച്ചെങ്കിലും എനിക്ക് അപ്പോഴേ ഞാൻ ഭയങ്കര എക്സ്പെർട്ട് ആയി കുക്കിങ്ങിൽ. 23 വയസ്സിൽ 2 കാര്യങ്ങൾ പഠിച്ചു പഠിക്കാൻ തുടങ്ങി. ഒന്ന് കാറ്ററിംഗ്, ഒന്ന് യോഗ. പക്ഷെ പിന്നീട് ജീവിതം കൊണ്ടുവരുന്നത് യോഗയില്ല. യോഗ റീസൺ എന്താണ്? കാറ്ററിംഗ് മാറി യോഗയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കുക്കറി പഠിച്ചത് കുക്കറി പഠിപ്പിക്കാൻ വേണ്ട, എനിക്ക് അറിയാൻ വേണ്ടി പഠിച്ചു. പിന്നെ ഈ മരുന്ന് ഇത് പഠിക്കണം. യോഗ എനിക്ക് ബാക്ക് പെയിൻ കാരണം പഠിക്കാം. അല്ല, പിന്നീട് നമ്മൾ ജീവിതം കണ്ടിന്യൂ ചെയ്തത് യോഗ അതിനും വേണ്ടെന്ന് വെച്ച് യോഗയാണ് എന്റെ വഴിയെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞത്. അത് ഞങ്ങൾ കൊച്ചിയിലെ ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിത്യപ്രിയ കുക്കറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ അതിന് ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ വീണ്ടും പോയി. അന്നേരം അപ്പോഴേ ഒന്നാമത്തേക്ക് യോഗ പ്രാക്ടീസ് നിർത്തിയായിരുന്നു. കുട്ടികളുടെ കോഴ്സ് വെച്ചപ്പോഴും സമയമില്ല. അങ്ങനെ ഹസ്ബൻഡ് യോഗയ്ക്ക് പോകുന്നു. അതിന് മുമ്പായിട്ടൊരു ഗൈനക്കോളജിനെ കണ്ടായിരുന്നു, രമണി രാജൻ ഡോക്ടർ മെഡിസിൻ തന്നു. പക്ഷെ എനിക്ക് അലർജിയായി. 8 മാസം ആയപ്പോഴത്തേക്ക് എന്റെ ദേഹത്തും കൂടെ കോഴ്സ് പോയി. പിന്നെ എന്റെ ബ്രദറെല്ലാം കോട്ടയം വെട്ടൻ ന്യൂറോ സർജൻ ആയിരുന്നു. ഡോക്ടർ വൈകിട്ട് ഗ്യാസ്ട്രോയുടെ ഹോസ്പിറ്റൽ ചോദനാക്കി അവരോട് ചോദ്യം ചെയ്ത് മെഡിസിൻ കലർത്തിയാൽ എത്താം. ഡോക്ടറെ ഞാൻ മെഡിസിൻ എനിക്ക് പോയി യോഗ സ്റ്റാർട്ട്. പേപ്പർ വായിക്കുമ്പോൾ ഒരു ദിവസം കണ്ടു യോഗാചാര്യ ചിദംബരത്തെ യോഗ ക്ലാസ് കൊച്ചി. അദ്ദേഹത്തെ പോയി കണ്ടു.
അപ്പോൾ ഇപ്പോൾ ഞാൻ 4 വർഷത്തിൽ കൂടെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. മുൻകാലം അദ്ദേഹമാണ് എൻ്റെ ജീവിതം മാറ്റി മറിച്ചത്. ഞാൻ ക്ലാസ്സിൽ കയറി 1 മാസം കഴിയുമ്പോഴത്തേക്ക് താല്പര്യം നല്ലതായിട്ട് കുറഞ്ഞു. പിന്നെ യോഗ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു വീട്ടിൽ നടക്കത്തില്ല. പഠിച്ചതിന് വേണ്ടി നന്നായിട്ട് ഞാൻ പഠിച്ചതിൽ ഒരു അംശം പോലും ഇല്ല ഈ മാഷം എടുക്കുന്ന ആ ക്ലാസ്സിലെ ആസൻസ്. ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അങ്ങനെ പിന്നെ ആ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് മാഷ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. കുറച്ചുകൂടെ ഇരിക്കുമ്പോൾ മാഷ് പറഞ്ഞു മോർണിംഗ് ആയില്ല, മോൾ ക്ലാസ് എടുക്കാൻ വിളിച്ചു. എനിക്കിഷ്ടമായി. അപ്പം മാഷ് പിന്നെ വിളിച്ചു പോയി എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർ പറയുമ്പോൾ മാഷ് നന്നായിട്ട് പഠിക്കുന്നു. അതായപ്പോൾ മാഷ് പറയുമ്പോൾ നീ എന്തിനാക്കി കയറ്റി പഠിക്കുന്നത്? ശരിക്കും ശരിയാ. ഞാൻ രാവിലെ കാറും ഡ്രൈവറുണ്ട്, എനിക്ക് 20 കാര്യമുണ്ട്. എനിക്ക് ഇറ്റാലിയൻ, മെക്സിക്കൻ, കോട്ടൻ, ചൈനീസ് ഒക്കെ 3 ഡിഷൊക്കെ എല്ലാം ഓരോന്നും പോയി നടത്തില്ല. ഇട്ടക്കാറ്റ് ആ ലെവലിൽ ഞാൻ എത്തിയായിരുന്നു. എല്ലാം പഠിപ്പിക്കുമ്പം മാഷ് നിങ്ങൾ നീ എന്താ ഇത് പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ കുക്കറി എല്ലായിടത്തും ഉണ്ട്, പാചകമൊക്കെ പഠിക്കുന്ന പിന്നെ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടും. യോഗ പഠിപ്പിക്കാൻ അന്ന് കേരളത്തിലെ ലേഡീസ് ആരും ഇല്ല. ഒറ്റ ലേഡീസ് ഇല്ല. എനിക്കതിനുള്ള കഴിവുണ്ട്. മോൾ എന്തുകൊണ്ട് പഠിപ്പിച്ചോളൂ? ഞാൻ പോകുന്ന എന്റെ ഹസ്ബൻഡ് പറയും നീ ജെൻസിനൊക്കെ യോഗ പഠിപ്പിക്കുന്നോ? എനിക്ക് വേണമെങ്കിൽ പഠിച്ചാൽ വിട്ടിട്ട് പഠിപ്പിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ക്ലാസ് എടുക്കും. അതായത് കുറച്ച് കഴിയുമ്പോൾ മാഷ് വീട്ടിലായിട്ട് വന്നു എന്റെ ഹസ്ബൻഡിനെ കണ്ടു. ഞങ്ങൾക്ക് അറിയാൻ വെച്ചാൽ ഇത്ര സസ്പെൻഡ് ഇട്ടുന്ന പ്രൊഫഷൻ അറിയില്ല, അങ്ങനത്തെ കഴിവുള്ള കുട്ടിയാണ്. അദ്ദേഹം പറഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് സമ്മതിച്ചു. അങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് ട്രെയിനിങ് പഠിപ്പിക്കാനുള്ള കോഴ്സ് മാഷ് വെച്ചു, ചിദംബരം മാഷ് യോഗ ടീച്ചർ. പിന്നെ എൻ്റെ കൂടെ 30 പേരുന്നുണ്ട്. എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിച്ചാൽ പാസ്സായി. സർട്ടിഫിക്കറ്റ് വേണം. ടീച്ചർ പറഞ്ഞ യോഗയെ കുറിച്ച് ഹസ്ബൻഡ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇന്നും ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ഇത് ആക്ച്വലി യോഗയെ ഒരു ഹൈന്ദവ രീതിയായിട്ട് അപ്പൊ എന്താണ് യോഗ, അല്ലെങ്കിൽ ടീച്ചർ എങ്ങനെയാണ് യോഗയെ കാണുന്നത്? ടീച്ചറിന്റെ കാര്യം പറയുമ്പോൾ പല ഡെഫിനിഷൻ നമ്മൾ കാണും. യോഗ ഈസ് എ ഡിവൈൻ ആർട്ട്. ആർട്ടാണ്, ദൈവത്തിന്റെ കലയാണ്. അത് തെറാപ്പി ട്രീറ്റ്മെന്റ്. യോഗ 100% തെറാപ്പി ട്രീറ്റ്മെന്റ്. ഇപ്പൊ മോൾ ഡോക്ടറാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ യോഗ പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എല്ലാ മെഡിസിൻസും ഉണ്ട്. അത് സയന്റിഫിക് ആയിട്ട് പഠിച്ച സസ്യമായിട്ട് യോഗ അഭ്യാസം പഠിക്കുമ്പോഴും എല്ലാ ഹോർമോൺസും ആക്ടിവിറ്റീസും ഹോർമോൺ ഗ്ലാൻസ് ഹോർമോൺസ് എല്ലാം, പിന്നെ സപ്രഷൻ more than 70,000 നേഴ്സ് ഉണ്ടല്ലോ, എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ പഠിക്കാത്ത ആൾക്കാരെ നോക്കുമ്പോൾ അറിയാം ഒട്ടുമിക്ക കുറേ നേഴ്സ് ആയാലും ബാക്കി ബോഡി ഓർഗൻസ് ആയാലും ശരിക്കും ഫങ്ഷൻ നോക്കുക. യോഗ എവരി ഇന്റലിജന്റ് ബോഡി നെർവസ് സിസ്റ്റം ബാക്കി എല്ലാ ഓർഗൻസും ആക്ടിവേറ്റ് ചെയ്ത് പ്രധാനം കൂടി നമ്മളീ ഉൽപ്പാദിപ്പിക്കും വേണ്ട കാര്യം. ഒരു നമ്മുടെ ജോലി കറക്റ്റ് മെത്തേഡിൽ സയന്റിഫിക് യോഗ ഒത്തിരി ഘടകങ്ങളുണ്ട്. പ്രാണായാമമുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട്, വിഗ്രഹം, ധാരണങ്ങൾ, ഇന്ത്യകളെ കൺട്രോൾ ചെയ്യുക. അതിനെക്കുറിച്ച് 8 കാര്യങ്ങളുണ്ട്. യോഗ ബ്രാഞ്ച് യോഗയാണ്. ഞാൻ പഠിക്കുന്ന അഷ്ടാംഗം അതിന് 8 ബ്രാഞ്ചാണ്, 8 ലിംസ് ഉണ്ട്. 8 ലിംസ് കയറുമ്പോൾ അപ്പോഴാണ് ഈ 8ാമത്തെ സ്റ്റേജ്. അതാണ് സമാധി. നമ്മളെപ്പോഴും ആൾക്കാർക്ക് ഈ സമാധി സ്റ്റേജ് വേണ്ടത് പോകാം. 7 സ്റ്റേജ് ഞാൻ പഠിപ്പിക്കും. 8ാമത്തെ സ്റ്റേജ് 3 വേണമെങ്കിൽ പോകാം. ഐ ക്യാൻ ഷോ യു ദ പാത്ത്. യമം, നിയമം, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. യമം ഷോർട്ടായിട്ട് പറയും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, റെസ്ട്രിക്ഷൻസ് ആണ്, ഡോൺസ് ആൻഡ് ഡോസ് പറയും. എന്തൊക്കെ നീ ചെയ്യണം, എന്തൊക്കെ നീ ചെയ്യാൻ പാടില്ല, നിയമങ്ങൾ. അത് പാലിക്കാതെ യോഗ ചെയ്താൽ മുഴുവൻ പറയില്ല. ഒരു സ്റ്റുഡന്റ് ആദ്യങ്ങളെല്ലാം ടീച്ചർ എഴുതി എല്ലാം വായിച്ച് മനസ്സിലാക്കാൻ പഠിക്കണം. ആസന മീൻസ് പോസ്റ്റേഴ്സ്. ഒത്തിരി പോസ്റ്റേഴ്സ് ഉണ്ട്. നിൽക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. പ്രാണായാമം, പ്രാൺ പ്ലസ് ആയാമ. പ്രാൺ വെച്ചാൽ ബ്രേത്ത്. ശരിക്കും പ്രാൺ ബ്രേത്ത് അല്ല, അതിനെ ഒത്തിരി ഘടകങ്ങളുണ്ട്. ശരിക്കും
എയറില് ലിക്വിഡ് ഫോമിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതാണ് പ്രാണൻ. ഈ പ്രാണൻ വേറെ ഘടകങ്ങളുണ്ട്. ഒത്തിരി മെത്തേഡിൽ ഈ പ്രാണായാമം എടുക്കാൻ പറ്റും. സാധാരണ ആൾക്കാർ പറയും ശ്വാസം ശ്വസിക്കുക പ്രാണൻ, അതൊരു വിഭാഗം. ഈ ശ്വസിക്കുന്ന ശ്വാസം നമ്മളുടെ അകത്തോടുന്ന ഈ മൂക്കിനകത്ത് രോഗമുണ്ട്. ഈ ഈ രോഗത്തിന് അറിയില്ല. ആ ഹെയർസ് ആണ് ഫിൽറ്റർ ചെയ്ത് ശ്വാസം കയറ്റുന്നത്. അതില്ലെങ്കിൽ എന്നേ ആൾക്കാരൊക്കെ അല്ലേ അത് മാത്രമല്ല വലിച്ചെടുക്കുന്ന എയറിനൊക്കെ കോൾഡ് എയർ ആണെങ്കിൽ കോൾഡ് എയർ ലെൻസിലേക്ക് പോകാൻ പാടില്ല. അതിനെ ഓൺ ചെയ്യുക, പിന്നെ അതിനെ ഫിൽറ്റർ ചെയ്യുക. രണ്ടുപാട് മൂക്കിലെ സാധാരണ പഠിപ്പിക്കുന്നവർക്കും അതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നില്ല. ഇല്ലാന്ന് നമ്മുടെ ഏറ്റവും വലിയ രണ്ട് ഓർഗൻസ് അതാണ് ലങ്സ്. ലങ്സിനകത്ത് കോഴ്സ് ആൻഡ് പേഴ്സ് ഓഫ് എയർ സൈസ് അല്ലെ, കോടിക്കണം. ഇത് നമ്മുടെ എല്ലാ സാധാരണക്കാർ ഈ രണ്ട് ലങ്സ് ചെറിയ കിടക്കും അല്ലെ. ഒരു യോഗയ്ക്ക് മാത്രം എക്സ്പ്ലാൻ ചെയ്ത് ലങ്സ് എക്സ്പ്ലാൻ ചെയ്ത് പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ആ ടെക്നിക്കാണ് പ്രാണായാമം. പ്രാൺ പ്ലസ് അയാമം. അപ്പൊ അയാമം എന്താണ്? അയാമം മീൻസ് കൺട്രോൾ, നിയന്ത്രണം. ഈ അയാമയ്ക്ക് മീൻസ് ഉണ്ട്. ചുരുക്കത്തില് ശ്വാസ നിയന്ത്രണം. എങ്ങനെയാ നമ്മുടെ യോഗ പഠിക്കുന്ന കുട്ടി ഈ ശ്വാസത്തിന്, ഈ മുക്കളെ കേൾക്കുന്ന ശ്വാസത്തിന് കൺസാറിന്റെ പാക്കറ്റിലിട്ട് അവിടെ സമയം മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ല സംഗതിയാണ്. സാധാരണ നമുക്ക് അറിയിച്ചതിന് അറിയില്ല. അത് ശ്വാസം കയറി ഇറങ്ങുമ്പോൾ 24 മണിക്കൂറും ഒരു സെക്കൻഡ് പോലും റെസ്റ്റില്ലാത്ത രണ്ടറിയുള്ളൂ നമുക്ക്. ഏതൊക്കെ അറിയാം? ഹാർട്ട്. ഇത് അല്പം റെസ്റ്റ് കൊടുക്കാൻ പഠിക്കുന്ന യോഗകളാണ്. ആരാണ് യോഗ പഠിക്കുന്നത്? ആ റീറ്റൻഷന് കൊടുക്കുന്നത് ക്ലീൻ ചെയ്യാൻ പറ്റും. ലങ്സ് ആകുന്ന പ്രാക്ടിക്കകത്ത് ക്ലീൻ ചെയ്യാൻ നമ്മൾ സമയം കൊടുക്കുകയും റീറ്റൻഷൻ ആന്തരിക കുംഭകം ഒരു 4 സ്റ്റേജാണ് ഈ പ്രാണായാമം. ഊരൽ അടയ്ക്കുക, കുംഭം കെട്ടിവെക്കുക. ആ സമയത്താണ് ക്ലീൻ. ഏജകം എക്സ്പ്രഷൻ ഇന്ത്യ ബാലൻസിങ് ഭാഗ്യം. ഒരു 4ാം സ്റ്റേജ് ഉണ്ട്. സാധാരണ ആൾക്കാർ പറയില്ല. ഭാഗ്യം കൊണ്ടുപോകും. അതായത് ശ്വാസം പുറത്ത് പോയി കഴിഞ്ഞാൽ ലങ്സിനെ എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കും. ആ സമയത്താണ് മോനെ ലങ്സിനും ഹാർട്ടും റെസ്റ്റ് എടുക്കും. ആ സ്റ്റേജ് പഠിക്കുന്നപ്പോൾ മാത്രമേ ലങ്സിനും ഹാർട്ടും അല്പം സമയം റെസ്റ്റ് കൊടുക്കാം. 24 മണിക്കൂർ ഇങ്ങനെ. അത് യമനിയമങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? യോഗ ചെയ്യുന്ന ഒരാൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങൾ നിർബന്ധമായി അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ യോഗയുടെ പ്രയോജനം കിട്ടില്ല. അതെന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ? സത്യം, അഹിംസ, സത്യം. അഹിംസിക്കാതിരിക്കുക, സത്യം മാത്രമേ പറയാവൂ. ഇനി എങ്ങാനും സത്യം ഒരാൾക്ക് ദോഷം വേണമെങ്കിൽ സത്യം പറയാതെ അത് പ്രൂവ് കൊടുക്കുന്നില്ല. പിന്നെ ആരുടെയും സ്വയം അപകരിക്കുക, കൈവൊക്കെ ചെയ്യാൻ പാടില്ല. പിന്നെ അങ്ങനെയുള്ള പറയാൻ മനസ്സിലായി. ഇത് നിയമമാണെങ്കിലും നമ്മൾ പഠിക്കേണ്ട കാര്യം. പക്ഷേ യൂണിവേഴ്സൽ മറ്റേത് നമ്മൾ ഇന്ത്യനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായി. ചുരുക്കമാണ് നമ്മളൊക്കെ വലിയ കുഴപ്പമില്ലാന്ന് പറയുന്ന ജീവിതത്തിൽ പറയുന്ന പല തെറ്റുകളും ചെയ്യുന്ന ഒരാൾക്ക് യോഗ ചെയ്താൽ യോഗയുടെ എല്ലാ പ്രയോജനം കിട്ടണമെന്നില്ല. സത്യം പറയാൻ വേണം, സത്യം കളം പറയാൻ, ഹിംസിക്കാൻ പാടില്ല. അതൊക്കെ പിന്നെ ഈശ്വര വിശ്വാസിയായിരിക്കണം. ഇത് ഖുർആനും ബൈബിളും മഹാഭാരത രാമായണം വായിച്ചാൽ മാത്രം പോലെ നമ്മളെ പ്രവൃത്തിയിൽ അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. വെറുതെ വായിച്ചിട്ട് മനസ്സിലാക്കുമ്പോഴാൻ വേഷം വെച്ചാൽ 24 മണിക്കൂർ 2-3 മണിക്കൂർ ഖുർആൻ വായിക്കുക, ആ ബൈബിൾ വായിക്കുക, രാമായണം വായിക്കുക. അങ്ങോട്ട് വായിക്കഴിയുമ്പോൾ ആശുപത്രി കൃഷ്ണപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പല യോഗ കിട്ടില്ല, യോഗ ചെയ്താൽ കിട്ടില്ല. അപ്പൊ മനസ്സെപ്പോഴും ക്ലിയർ ആയിരിക്കും. പിന്നെ നിയമങ്ങളിൽ ശുചിത 2 വിധമുണ്ട്. ഒന്ന് കുളിക്കുക, ടീച്ചർ പറയാൻ ഒക്കെയാണ്. കുളിക്കുക, കുറഞ്ഞ അന്ത്യ മനസ്സ് നല്ല ബുക്സ് വായിക്കുക, നല്ല വിചാരിക്കുക. അതൊക്കെയാണ് മനസ്സിനെ അല്ല മനസ്സിനെ ക്ലിയർ ആക്കിയില്ലെങ്കിലും ഈ പുറമെ കുറിച്ച് നല്ല കൗശലിട്ടുള്ള കാര്യം. ഏറ്റവും അവസ്ഥ പറഞ്ഞത് ബാഹ്യ ശൗചം അല്ല ഏറ്റവും വേണ്ടത്, ആന്തരിക മൈൻഡിനെ ഏറ്റവും കൂടി ക്ലിയർ ആക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് അതാണ് ആ ക്ലീൻ പ്രോസസ്സാണ് ഏറ്റവും വേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ചെയ്യുന്ന കാര്യം. യോഗയുടെ അർത്ഥം തന്നെയല്ലോ ശരീരവും മനസ്സും തമ്മിലുള്ള മൈൻഡ് ആൻഡ് ബോഡി ഇന്റർ റിലേറ്റഡ്. മൈൻഡ് ഇല്ലാതെ പ്രാണിയില്ല, പ്രാണില്ലാതെ മൈൻഡ് ഇല്ല. എങ്ങനെയാ മനസ്സിനെ മനസ്സിലാക്കുന്നത്?
ജീവനെ അറിഞ്ഞിട്ട് വേണം ക്യാൻ എക്സ്പ്ലെയിൻ മൈൻഡ് ആർക്കും പറയത്തില്ല. പ്രാണൻ ശ്വാസം വഴി ഒത്തിരി ലെവലുണ്ട്. ഈ ശ്വാസത്തെ അറിയുന്നത് മനസ്സുകൊണ്ടാണ്. എങ്ങനെ ശ്വസിക്കുന്നത് നമ്മൾ 2 നിമിഷത്തോടെ. ഇപ്പൊ ഈ സാധാരണ വ്യക്തികൾ എത്ര ശ്വാസം ഒരു വ്യക്തി പോയിട്ടുണ്ട്, എത്രമാത്രം ശ്വാസം കാർബൺ പുറത്ത് പോകാനുള്ളത് സാധാരണ അറിയില്ല. നിങ്ങൾ മെഡിക്കൽ ഇതിൽ പഠിച്ചിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ ഡോക്ടർ പോകാൻ ഞാൻ പറയും ഡോക്ടറാണെന്ന് ഈ മോളെ മറന്നു വയ്ക്കേ കൈ വെച്ച് മൂക്കിലും ഇവിടെ നോസിലേക്ക് കൈ വെച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും. ഒന്ന് ചോദിക്കാൻ മനുഷ്യൻ ചൂടുപോയി. ആ ചൂടുപോയി മനസ്സിലായത് എന്തുകൊണ്ടാണ്? മനസ്സുള്ളത് ആ മനസ്സിന്റെ കഴിവുണ്ട്. അല്ലെങ്കിൽ ഈ മാലിന്യ ചൂട് മനസ്സിലായില്ല. ഞാൻ ഒത്തിരി മറ്റേല്ല മനസ്സിലാക്കിയത്. ഈ മനസ്സുകൊണ്ടാണ് ഈ പ്രാണൻ ശ്വാസം ഇതേ മനസ്സിലായി. പക്ഷേ അകത്ത് പോകുന്ന മനസ്സിലാക്കി പുറത്തോട്ട് പോയ ശ്വാസത്തിന് പറയല്ലേ ശകലം ചൂടുണ്ട് കാരണം. അപ്പം അകത്തോട്ട് പോയത് മനസ്സിലായില്ലെങ്കിലും പുറത്തോട്ട് പോകുന്ന ശ്വാസത്തിന്റെ ക്വാണ്ടിറ്റി നമുക്ക് പറയാം അപ്രോക്സിമേറ്റ് അത്ര ശ്വാസം പുറത്ത് പോയിട്ടുണ്ട്. 5 mg അത്ര അത് കുറച്ചാണെങ്കിൽ തന്നെ 24 മണിക്കൂറും ഇതിന് കണ്ടിന്യൂസ് ആവും, ഒരു റെസ്റ്റില്ല. ഇതിനെ യോഗ പഠിപ്പിക്കാൻ ടീച്ചർ പഠിപ്പിക്കും. അല്പം സമയം ലംസാകുന്ന കാഴ്ചയ്ക്കകത്ത് ശ്വാസം കയറ്റി അത് ശ്വാസനാളത്തിലൂടെ ലംസിൽ പോയി അതിനെ ഒരു ഫ്യൂ സെക്കൻഡ്സിൽ നമ്മളായിട്ട് ടെസ്റ്റ് കൊടുക്കാൻ പറയും. അത് പഠിപ്പിച്ചു 4 സെക്കൻഡത്തേക്ക് എടുത്തു കഴിഞ്ഞു അത് മനസ്സുകൊണ്ടവിടെ മൂക്കൊന്ന് ബ്ലോക്കാക്കും. മൈൻഡ് ഭയങ്കര കഴിക്കണം. മൈൻഡ് ഇത് മനസ്സിലാക്കുന്നത് മനസ്സിന്റെ കൈകൊണ്ടായും ഇവിടെ പോയിട്ട് ശ്വാസം ബ്ലോക്കാക്കും. ആ സമയം കൂടെ ലംസാകത്ത് ക്ലീനിങ് പ്രോസസ് ആക്ട് ചെയ്യാം. കാർബൺ ഡയോക്സൈഡിലേക്ക് ഓക്സിജൻ ഹാർട്ടിൽ പോകും, പമ്പിങ്ങിലേക്ക് പോകും. ആ സമയം കൊണ്ട് നമ്മുടെ അടുത്ത ജോലി കഴിയും. കാർബൺ ഡയോക്സൈഡ് ഈ ലംസിന്റെ അറകളിൽ നർസിൽ ചെക്കുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്ത് കളഞ്ഞ് എംറ്റി ആയിട്ട് ലംസിന്റെ അറകൾ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ശ്വാസം കയറ്റാൻ പറ്റില്ല. ഇതൊക്കെ ഒരു വിദ്യാഭ്യാസ ആൾക്കാരുണ്ടാകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലംസിന്റെ ഓടുന്ന അറകളും ലംസിൽ 11 കൂടെ ആസ്വാദം കഴിച്ചിട്ട് അതിൽ തന്നെ എംറ്റി ആകുന്ന ലംസിൽ ഈ കാർബൺ ഡയോക്സൈഡ് വെച്ചേക്കുമ്പോൾ അതിനെ നമ്മളായിട്ട് എടുത്ത് പുറത്ത് കാണണം. അത്രയും ലംസിനെ എംറ്റി ആക്കിക്കും അതേ നെക്സ്റ്റ് ടൈം ശ്വാസം കയറ്റാൻ നമുക്ക് അറിവുണ്ടാകും. അതാണ് കയറ്റുന്നത് എക്സ്പ്രഷൻ. ഈ കയറ്റാനും ഇറക്കാനും ടെക്നിക്കുണ്ട്. നമുക്ക് ഗവൺ ബ്രേക്കത്ത് വായിക്കത്ത് ആർച്ചും ലിറ്റാനുമാണ് ഡോമില്ല ഞാനാക്കില്ല. ഈ യോഗനാണ് ശരിക്കും പ്രാണായാമം എടുക്കാൻ സാധിക്കും. ചിലപ്പോൾ എന്തൊക്കെ പരാമർശിച്ച് പഠിച്ചിട്ട് ടീച്ചർ അത് എനിക്ക് പറയാത്തില്ല എന്നുള്ളത്. അവിടെ എഫേർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിൽ കൂടെ ശ്വാസം അകത്തോട് തരാനുള്ള ഓർഗം ഉണ്ടാകും. ആ ഓർഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എഫേർട്ട് മനസ്സുകൊണ്ട് കൊടുത്താൽ ഇതിൽ കൂടെ ശ്വാസകോശങ്ങളിലേക്ക് പോയി ക്ലീൻ ചെയ്ത് ഓക്സിജൻ അതിനെ എടുത്തു കഴിഞ്ഞ് വീണ്ടും ലങ്സാന്ന് മാറ്റി പോയിട്ട് മനസ്സുകൊണ്ട് പിടിച്ച് എയർപോർട്ട് തൊട്ട് ഇരിക്കാൻ അതാണ് എക്സ്പ്രഷൻ. അത് കഴിഞ്ഞ് അല്പസമയം റെസ്റ്റാണ്. ആ റെസ്റ്റാണ് സാധാരണ പറഞ്ഞേക്കാൻ. അതാണ് ഭാഗ്യകുംഭം. പുറത്തു പോകുന്ന ശ്വാസനം അകത്തോട്ട് നെക്സ്റ്റ് ടൈം കയറ്റാതെ ഫ്യൂ സെക്കൻഡ്സ് മൈൻഡ് പോലിവിടാന്ന് ബ്ലോക്ക് ചെയ്യും. ഞാൻ പറയാതെ ശ്വാസം കയറേണ്ടതെന്ന് ഓരോ സ്റ്റുഡൻറ്റും പറയും. നിങ്ങൾ ആ 2-3 സെക്കൻഡ് പുറത്ത് കെട്ടി വയ്ക്കുമ്പോൾ ആ സമയം കൊണ്ട് ലങ്സ് കുറച്ച് റെസ്റ്റ് എടുക്കും. ഒപ്പം ലങ്സിന്റെ ഇടയ്ക്ക് ഹൃദയം വയ്ക്കും. അതിന് ടെമ്പറേച്ചർ വയ്ക്കും. വീണ്ടും മതി പറയുമ്പോൾ കയറ്റാം. ഇത് ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ നമ്പർ പഠിക്കും. ഇത്ര സെക്കൻഡ് കൊണ്ട് ശ്വാസം കയറ്റാം. ഒരു ബിയർ ആദ്യമായിട്ട് പഠിക്കും. ഇത്ര സെക്കൻഡ്സ് ലങ്സ് അത് കെട്ടി വയ്ക്കും. ആ സമയം കൊണ്ട് ഭയങ്കര പറ്റിയല്ലേ, ഇത് സെക്കൻഡ്സിലാണ്. ഇതുപോലെ പറ്റിയിട്ട് വേറെ കുറച്ച് കാര്യം നിങ്ങൾക്ക് അതെല്ലാം അറിയാവുന്നല്ലേ. ആ ക്ലീൻ ചെയ്ത് കുറച്ച് തെളിക്കാൻ ടെസ്റ്റ് കൊണ്ട് വീണ്ടും കേട്ടു. അതിനാണ് ഡീപ് ബ്രീത്തിങ് എക്സസൈസ്. പ്രായം പറഞ്ഞത് ഞാൻ പഠിക്കുന്ന ദീർഘശ്വാസ വ്യായാമം. ദീർഘമായിട്ട് ശ്വസിക്കാനും ദീർഘമായിട്ട് വിശ്വസിക്കണം. വിശ്വാസമല്ല, വിശ്വസിക്കണം. എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ. ലങ്സ് എം ടി ആയി കയറ്റാൻ പറ്റില്ല. ഒരു ബിഗർ പഠിക്കുന്ന ആദ്യം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പുറത്തോട്ട് ആദ്യം ലങ്സ് കുറേയൊക്കെ എം ടി ആയി വരാൻ വേണ്ടി പുറത്തോട്ട് പോകുന്ന ശ്വാസം പോയി കഴിയുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും. ഞാൻ ഇൻസ്ട്രക്ഷൻ പറയാറുണ്ട്
കമ്പാരിറ്റ് ഇപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഒരു ജനിച്ചാൽ കുറെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് പുറത്ത് കഴിയുമ്പോൾ പാലും കഴിച്ചിട്ട് ആദ്യം ഭാഷയിൽ പോകും. ഇവിടെ പാസ് ചെയ്ത് ആ ബ്രാൻഡ് എൻജോയ് ചെയ്യാനുള്ള സുഖം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സുഖം. അതുപോലെയാണ് ലങ്സ് എൻജോയ്. ആ സുഖം അറിഞ്ഞാൽ ആ ഓരോ എക്സസൈസും പോയി കഴിയുമ്പോൾ ലങ്സിന്റെ ആ സുഖം അറിഞ്ഞ് വേണം അടുത്ത ശ്വാസം എൻജോയ് ചെയ്യാൻ. ഓരോ ടെക്നിക് ഓരോ ശ്വാസം എഴുതുന്നതൊന്നും എൻജോയ് ചെയ്ത് വെച്ചു. യോഗയ്ക്ക് ഇപ്പോൾ പല കാര്യങ്ങളും ആസനാസുണ്ട്, ശ്വാസ പ്രക്രിയയുണ്ട്. അത് കൂടാതെ യോഗയ്ക്ക് മാനസികമായ ഒരു തലമുണ്ട്. അതായത് യോഗ ചെയ്യുന്നത് നമ്മളുടെ മാനസിക അഭിവൃദ്ധിക്ക് സഹായിക്കുന്നതാണ്. ഒരു മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ എങ്ങനെയാണ് അത് യോഗ അവിടെ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ പ്രാണായാമത്തിൽ കാര്യം ചെയ്യണം. പ്രാണായം വീട്ടെടുത്ത് കഴിഞ്ഞ് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് പുറത്തോട്ട് പോകുന്ന ശ്വാസത്തിൽ കൂടെ നമ്മൾ വിചാരിക്കണം നമ്മളുടെ എല്ലാ ഇമോഷൻസും ബാഡ് ഹാബിറ്റ്സും നെഗറ്റീവ് ചിന്താഗതികളും എല്ലാം നമ്മൾ കാർബൺ ലിസ്റ്റിൽ പുറത്ത് പോകാം. ആ ചിന്തകളാണ് ഓരോ എക്സെപ്റ്റ്. അപ്പം നമ്മൾ ഞാൻ അഹംഭാവം പോയിട്ടാണ് നമ്മൾ ആത്മാവിലേക്ക് ലയിക്കാൻ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത വ്യക്തി നമ്മൾ അറിയാതെ നമ്മുടെ മെന്റൽ സ്ട്രെസ് മൈൻഡ് പവറാണ് പോകും. അവിടെ അങ്ങനെയുള്ളവർക്ക് വളരെ സ്പീച്ചറിൽ പോകണം. പ്രാണായാമം ആർട്ട് സഹായിക്കും. പ്രാണായാമം തന്നെ പ്രാണായാമം. ഈ പ്രാണായാമം വെറും ബ്രീത്തിങ് മാത്രമല്ല, പ്രാണായാമമാണ്, അത് പ്രാർത്ഥനയാണ്. ശുദ്ധമായി കഴിച്ച് മാത്രമല്ല, അതിനെ ഓരോ ദൈവം ചിന്തയോടെ ഭഗവാനെ നമ്മളിലേക്ക് ആവാഹിച്ചിരിക്കുന്ന സംഗതികളില്ല. ശുദ്ധമായാണ് ആ ലെവലിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ലെവലിൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയാവുന്ന ആ ഒരു ലെവലിലൂടെ നമ്മൾ പോകും. അവിടെ നമ്മൾ അഹങ്കാരം ഞാനുള്ള ഭാവത്തിൽ മാറും. സോ ബേസിക്കലി ഇപ്പം യോഗ ചെയ്യുന്നവരുടെ പലപ്പോഴും പറയാനുണ്ട്, ലോകത്തെ അറിയണമെങ്കിൽ ആദ്യം സ്വയം അറിയണം എന്ന് പറയാം. കൂടുതൽ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന എന്താണ് യോഗ ചെയ്യുന്ന കാര്യം, മാനസികമായും ശാരീരികമായും പ്രാണായാമമില്ല. അപ്പോ ഇപ്പൊ ടീച്ചറോട് സംസാരിക്കുമ്പോൾ യോഗ വെറുമൊരു എക്സസൈസ് അല്ല, ശ്വസനക്രിയയല്ല, അതിനുപരിയായിട്ട് മനുഷ്യന്റെ ഹോൾ ബോഡി, മാനസികവും ശാരീരികവുമായ മനുഷ്യനെ ഒരു പൂർണ്ണ മനുഷ്യനാക്കിയിട്ട് ലോകത്തിനും മറ്റുള്ളവർക്കും ഉപകാരം മാത്രം കൊടുക്കുന്ന രീതിയിൽ മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും യോഗ എന്ന് പറയുന്നത്. യോഗയുടെ ഒരു തത്വത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരിക്കും വേണമെങ്കിൽ നമുക്ക് അടുത്ത എത്ര മെന്റലി ഡിസ്റ്റർബുള്ള ആൾക്കാരായാലും ഇത് സ്വഭാവത്തിലായാലും ഭയങ്കര അപ്രായിട്ട് അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സുകളായാലും ഒക്കെ യോഗ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മതി അവർ എങ്ങനെയാ മാറുക വിശ്വസിക്കാൻ വേണ്ട അവസ്ഥയാണ്. അതാണ് ഈ യോഗാഭ്യാസത്തേറ്റം സഹായിക്കുന്ന പ്രാണായാമം സഹായിക്കും. പ്രാർത്ഥനയല്ല യോഗ ചെയ്ത് എല്ലാം യോഗ പഠിക്കാൻ ആദ്യം നമ്മൾ പഠിപ്പിച്ചു. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല. മാതാക്കി നിങ്ങളെ ജനിപ്പിച്ച അമ്മ നിങ്ങളെ പ്രസവിച്ച് വളർത്തി കല്യാണം കഴിച്ച് നിങ്ങൾ ആളായാലും വേണേൽ ഫാമിലിയായി പോയി കഴിഞ്ഞു. ജീവിതകാലം പോലെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ടാവും. ആരത് ഭൂമിയിലേക്ക് വർണ്ണിക്കാതെ യോഗാഭ്യാസമില്ല. അത് യോഗ മാത്രമല്ല, ഏത് മാർഷൽ ആർട്സ് ആയിരുന്നു എന്തായാലും സ്റ്റേജിൽ കയറുമ്പോൾ അവർ അതിന്റെ സയന്റിഫിക് റീസൺ ഇതിലെ ചെയ്യുന്നതിന് മുഴുവൻ ഏത് രാജ്യവുമായാലും കളരിയായാലും ബാക്കിയായാലും മുഴുവൻ ഫലം കിട്ടണമെങ്കിൽ ആ മാതാവിന്റെ ബ്ലെസ്സിങ്സ് അത് പഠിപ്പിക്കുക. അത് കഴിയുമ്പോൾ ആരാണോ പോയി അവരെ വന്നിട്ട് അത് കഴിഞ്ഞ് മൂന്നാമതാക്കന്മാർ യോഗ എല്ലാം കഴിയുമ്പോൾ ഏറ്റവും ആദ്യം താങ്ക്സ് വർക്ക് ഭഗവാൻ പഠിക്കാൻ അവസ്ഥ തന്നെ. പിന്നെ ഒരു നമുക്ക് മൂന്നാം ലാസ്റ്റ് ഭൂമിയിലേക്ക് വന്നിച്ച് മാത്രമേ യോഗ നോക്കൂ. അപ്പൊ ആദ്യമൊക്കെ കുറച്ചാളത്തേക്ക് പണ്ടൊക്കെ ക്രിസ്ത്യൻസും മുസ്ലിംസ് അവർക്ക് വന്നു കഴിഞ്ഞാലും കുറച്ച് മടിയായിരുന്നു ഭൂമിയെ വധിക്കാനും ഓംചാരിന്. അവരാക്കുന്നു അത് മനസ്സായി ഓംചാരിന് തന്നെ. അത് ഒള്ളി പ്രയർ മാത്രമല്ല, അത് കോമായിട്ട് ജാതി മതഭേദമില്ലാതെ ഒരു ഓം പഠിക്കുക വെച്ചാൽ അത് യോഗയില് തൈറോയിഡ് വോക്കൽ കോഡ് ക്ലിയറാവും, സ്ട്രെച്ച് ചെയ്യാം. പിന്നെ തൈറോയിഡ് പല ഗ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്ത് സ്റ്റിമുലേറ്റ് ഹോർമോൺസ് ഉൽപ്പാദിക്കാൻ സഹായിക്കും. നമുക്ക് ഓർഗാനിക് വരും. അത് പ്രയർ മാത്രമല്ല, അത് കോമ എടുക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ജാതി മതമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവർ അറിയാതെ തന്നെ ആ ഒരു സ്പെഷ്യൽ പാത്രങ്ങൾ എടുക്കും. മൈൻഡും ബോഡിയും
ഇന്റർനാഷണൽ ബോഡി മനസ്സ് ഇത്ര ശാന്തമാകുന്നു ആ ഒരു ലെവലിൽ പോകുന്നത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ്. അപ്പൊ ഇത്രയും നേരം ടീച്ചറിനോട് സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോഗ എന്ന് പറയുന്നത് ഒരു എക്സസൈസ് അല്ല, അല്ലെങ്കിൽ ഒരു ശ്വസനക്രിയയല്ല. അതിനൊക്കെ ഉപരിയായി മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ എല്ലാ ഭാഗങ്ങളെയും ടച്ച് ചെയ്യുന്ന, എല്ലാ ഭാഗങ്ങളെയും ഉണർത്തിയെടുക്കുന്ന, മനുഷ്യനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് യോഗ. അത് നമ്മളൊക്കെ കരുതുന്നതിലും വളരെയധികം ഡീപ്പാണ്. അത് മനസ്സിലാക്കാൻ ഒരുപാട് നമ്മൾ മെനക്കെട്ടാൽ മാത്രമേ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു താത്വികമായ ഭാഗങ്ങളാണ് ടീച്ചർ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രാക്ടിക്കലി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സംസാരിക്കാം. അപ്പോൾ യോഗയെക്കുറിച്ച് മറ്റൊരു വിഷൻ യോഗയെക്കുറിച്ച് പറഞ്ഞു തന്നതിൽ ഇപ്പോഴാണ് എനിക്ക് യോഗ എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു വിഷൻ തന്നതിൽ ടീച്ചറോട് നന്ദിയുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് സംസാരിക്കാം.